നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശു യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോടെ എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹാ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിന്റെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ ന്യായീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹാ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്രീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും വഹിച്ചുകൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹാ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങേ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
നിന്റെ പ്രിയപുത്രന്റെ കുരിശുയാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സകല നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ ഈശോമിശിഹായെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമിയോൻ എന്ന ഒരു കിറേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശു ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുളയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ നോക്കി കരയുന്ന ഓർസലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമനത്തിന് കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം
ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമനത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോകഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ശരീരം ശ്രീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചേരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ.
ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളോട് കൂടിയുള്ളത് ബഹുമാനപ്പെട്ട ജെറിൻ പൊയ്കയിൽ അച്ഛനാണ്. അച്ഛൻ മാനന്തവാടി രൂപതാംഗവും നല്ല ഒരു എഴുത്തുകാരനും ചിന്തകനും ഒക്കെയാണ്. അദ്ദേഹം ഇപ്പോഴ് നമ്മുടെ മാണിച്ചേട്ടന്റെ ഇടവകയായ മുള്ളംകൊല്ലി പ്രമന പള്ളി സെന്റ് മേരീസ് പ്രമന ചർച്ചിന്റെ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്നു. അച്ഛനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. സ്തുതിയായിരിക്കട്ടെ. കേക്കാവോ? കേൾക്കാവായിരിക്കും. കേക്കാം, ക്ലിയറാ. ഓക്കെ. എനിക്ക് നേരിട്ട് പറഞ്ഞു തുടങ്ങാമല്ലോ അല്ലെ? വേറെ ഒന്നും പറയാനില്ല. എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എന്റെ പേര് ജെറിൻ പൊയ്കയിൽ നിന്നാണ്. വീട് ഇവിടെ അടുത്ത് പടിഞ്ഞാറത്ര എന്ന സ്ഥലമാണ്. നിങ്ങളെ പരിചയമില്ല, എന്നാലും വയനാടൊക്കെ അറിയായിരിക്കുമല്ലോ. നമ്മുടെ ബാണാസുര സാഗർ ഡാമൊക്കെ ഉണ്ട്. ഡാമിന്റെ ഒക്കെ അടുത്തായിട്ട് അങ്ങനെ ഇപ്പൊ മുള്ളംകൊല്ലി ഇടവകയിലാണ്. അപ്പം ഞാനിങ്ങനെ സാറ് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ ഇങ്ങനെ പരിചയമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മ വലിയ സന്തോഷമായിട്ട് പോകുന്നു എന്നൊക്കെ അറിയുന്നതില് വലിയ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളില് നമ്മള് ഇങ്ങനെ ഒത്തിരിയേറെ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോവുകയാണല്ലോ. പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ നോമ്പുകാലം ഇങ്ങനെ ഒരു അനുഭവമായിട്ട് മാറണം. ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പള്ളിയില് പറയാറുണ്ട്, നോമ്പുകാലം എന്ന് പറയുന്നത് ഒരു കൂടെ നടക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. ഈ ദിവസങ്ങളൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് ഈശോയുടെ കൂടെ നടക്കാൻ. ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കൂടെ നടന്ന, അതായത് നമ്മുടെ ജീവിതത്തിലെ വേദനകളും സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ നടക്കുന്ന ഒരു ദൈവം, ആ ദൈവം ജീവിതത്തിലെ ചില സഹനത്തിലൂടെ കടന്നു പോകുന്ന ആ ദിവസങ്ങൾ ദൈവത്തിന്റെ കൂടെയായിരിക്കുവാനൊക്കെ ആയിട്ട് നമുക്കും സാധിക്കാറുണ്ടോ എന്നൊക്കെ ഈ നോമ്പുകാലത്തില് ഒന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്. അങ്ങനെ കൂടെയായിരുന്ന ഒരാളെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. പ്രത്യേകിച്ച് അത് പരിശുദ്ധ അമ്മയാണ്. കൂടെ അവസാനം വരെ കൂടെയായിരുന്ന ഈശോയുടെ കുറെ അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരിയേറെ പേരിങ്ങനെ ചുറ്റും കൂടുന്നുണ്ട്.
ജനസാഗരങ്ങൾ ഇങ്ങനെ ഈശോയുടെ ചുറ്റും തിങ്ങിക്കൂടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാൽവരി കയറാനായിട്ട് തുടങ്ങുമ്പോൾ ആ എണ്ണം അങ്ങനെ കുറഞ്ഞു വരികയാണ്. അവസാന കുരിശിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. ഒരു 3-4 പേരായിട്ട് അത് അവശേഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അത് ചെന്നെത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. ഇങ്ങനെ ഈ മടിയിലേക്ക് ആ മകനെ ഇങ്ങനെ എടുത്ത് കിടത്തുമ്പോൾ ആ ശ്വാസം നിലച്ച ആ മകനെ ഇങ്ങനെ മടിയിലേക്ക് എടുത്ത് കിടത്തുമ്പം അവിടെ ആ ചുറ്റും കൂടിയ ജനസാഗരത്തിൽ നിന്നും അവസാനം വരെ ഉണ്ടായിരുന്ന ആ ഒരാളിലേക്ക് അവശേഷിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു, ഈ നോമ്പുകാലം എന്ന് പറഞ്ഞാല് അവസാനം വരെ കൂടെ നടക്കാനായിട്ടുള്ള ഒരു ക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൂടെ ആയിരിക്കുന്നവരിലൊക്കെ ഇതേപോലെ ഇങ്ങനെ വേദനിക്കുന്നവരുണ്ടാകാം, സങ്കടപ്പെടുന്നവരുണ്ടാകാം, ഒറ്റപ്പെടുന്നവരുണ്ടാകാം. അതേപോലെയൊക്കെ കൂടെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ഈ നോമ്പുകാലം എനിക്ക് ഇങ്ങനെ സാർ എന്നോട് പറയാനായിട്ട് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് വില കൊടുത്തു വാങ്ങിയ ഒരു രക്ഷാകര ചരിത്രത്തെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ അതിലൊരു നല്ല വില കൊടുത്ത ഒരാളാണ് ഈ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അത്രത്തോളം ഈ അമ്മ അത്ഭുതമായിട്ട് മാറുന്നത് ആ കുരിശിന്റെ വഴികളിലൂടെയാണ്. ഈ കുരിശിന്റെ വഴിയൊക്കെ ഇങ്ങനെ ചൊല്ലി ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ 4-ാം സ്ഥലവും 13-ാം സ്ഥലവും ഒക്കെ നമ്മളൊന്ന് ആഴത്തില് ഒന്ന് ഇങ്ങനെ മിഴികൂട്ടിയിരുന്ന് ധ്യാനിക്കണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുക. എത്രയോ സുന്ദരമാണ് ഇങ്ങനെ ഈ കാൽവരിയിലേക്ക് തന്റെ കുഞ്ഞിങ്ങനെ കയറി പോകുമ്പം അതിന്റെ പിന്നാലെ ഒരു അമ്മ ചുവട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിയ വെല്ലുവിളിയാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ അമ്മ അത്ഭുതമായിട്ട് മാറുന്നത് ആ കുരിശിന്റെ വഴികളിലാണ്. പ്രത്യേകിച്ച് കുഞ്ഞായിരുന്നപ്പം തന്റെ ഉദരത്തില് തുള്ളിക്കളിച്ച ആ കുഞ്ഞു പാദങ്ങള് ഇന്ന് ആണികൾ ചേർത്ത് ആ കുരിശിൽ തറയ്ക്കപ്പെടുന്നതൊക്കെ കണ്ടു നിൽക്കേണ്ടി വരുമ്പോ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു അത്ഭുതമായിട്ട് മാറണം. അതുപോലെ തന്നെ ഈ ചുണ്ടിൽ ചെറു പുഞ്ചിരിയൊക്കെ ആയിട്ട് കുഞ്ഞുനാളില് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞീശോയുടെ ആ ചുരുട്ടിപ്പിടിച്ച കരങ്ങള് അതൊക്കെ നിവർത്തി അതൊരു ഉമ്മ സമ്മാനിക്കുന്ന, ഒരു ഉമ്മ കൊടുക്കുന്ന അമ്മ അതേ കരങ്ങളിലേക്ക് തന്റെ കുഞ്ഞിന്റെ അതേ കരങ്ങളിലേക്ക് ഈ ആണിപ്പഴുതുകൾ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് കണ്ടു നിൽക്കേണ്ടി വരുമ്പോ അപ്പോഴൊക്കെയാണ് അമ്മ ഒരു അത്ഭുതമാകുന്നത്. അല്ലെങ്കിൽ കുഞ്ഞായിരുന്നപ്പോ ഈ കുളിപ്പിച്ച് തോർത്തിയെടുത്ത ആ ശിരസിലേക്ക് തലയിലേക്ക് മുൾമുടി ഇങ്ങനെ ആർത്തിയോടെ ആഴ്ന്നിറങ്ങുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അമ്മ. അമ്മയുടെ ഒരു പ്രാണവേദന എന്നൊക്കെ പറയുന്നത് നമ്മള് അതൊക്കെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. നെഞ്ചോട് ചേർത്തുറക്കിയ കുഞ്ഞ്, അതേ കുഞ്ഞ് ഇന്ന് അവൻ ഈ കാൽവരിയിലെ മരക്കുരിശിന്റെ മാറില് അവസാനമായിട്ട് ഇങ്ങനെ മിഴി പൂട്ടി കിടക്കുന്നത് കാണുമ്പോൾ ഒരമ്മയ്ക്ക് എങ്ങനെയാണ് അതൊക്കെ കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുക. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ കാത് കുത്തുന്നത് പോലും കണ്ടു നിൽക്കുവാനായിട്ട് ത്രാണിയില്ലാത്തവരാണ് നമ്മുടെ അപ്പന്മാരും അമ്മമാരൊക്കെ. അതുപോലും കണ്ടു നിൽക്കാനായിട്ട് ത്രാണിയില്ലാത്തവരുടെ നടുവില് ഇതേപോലെ ഈ മാംസകഷ്ണങ്ങളൊക്കെ തെറിച്ചു വീഴുമ്പോഴും തന്റെ കുഞ്ഞിന്റെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോഴും ആ കുരിശിന്റെ ചുവട്ടില് ഒരമ്മ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ വെല്ലുവിളി തന്നെയാന്ന് തോന്നുന്നു. നമുക്കറിയാം, ഇപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പോയി പറഞ്ഞു വിടണമെങ്കിൽ പോലും ബാഗ് എടുത്ത് തോളത്തിട്ട് കുഞ്ഞിനെ എടുത്ത് സ്കൂൾ ബസ് വരെ നടന്ന് അവരെ ബസ്സിലേക്ക് ഇറക്കി വെക്കുന്ന ഒരമ്മമാരുടെ അപ്പന്മാരുടെ ഒക്കെ കൂടെയാണ് നമ്മൾ ജീവിക്കുക. അങ്ങനെയുള്ള കാലഘട്ടത്തില് ഇങ്ങനെ ഈ കാൽവരിയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന തന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഒന്ന് മിഴി അടയ്ക്കാൻ പോലും കൂട്ടാക്കാതെ, ഇമ വെട്ടാൻ പോലും കൂട്ടാക്കാതെ അവന്റെ പിന്നാലെ ഒരു അമ്മ ചുവട് വയ്ക്കുക എന്ന് പറഞ്ഞാല് അവിടെയൊക്കെയാണ് ഈ അമ്മ നമ്മുടെ മുമ്പിൽ വലിയൊരു അത്ഭുതമായിട്ട് മാറുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കാൽവരിയിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ തന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഈ അമ്മയും കയറി പോകുമ്പോൾ ആരും കാണാതെ ഒരു കാർമേഘത്തുണ്ട് അമ്മ ഉള്ളിൽ എവിടെയോ സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പോയി പറയുമ്പോ ആ കാൽവരിയിലെ ആ കുരിശിന്റെ ചുവട്ടില് അതിങ്ങനെ പെയ്തൊഴിയുക. അപ്പം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്, നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ഒരു സമർപ്പണം ഈ അമ്മയെ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷാകര ചരിത്രത്തില് പരിശുദ്ധ അമ്മ നല്ലൊരു വില കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹരക്ഷക എന്നൊക്കെ ഈ പരിശുദ്ധ അമ്മ വിശേഷിപ്പിക്കപ്പെടുക. ആദ്യ അത്ഭുതത്തിന് ഈ അമ്മ സാക്ഷ്യം വഹിച്ചത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. അവസാനമായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവസാനമായിട്ട് അവന്റെ ഒരു അത്ഭുതം കൂടെയൊക്കെ ചിലപ്പോ അമ്മയ്ക്ക് നിസ്സഹായ ഒരു അമ്മ പ്രതീക്ഷിക്കാം അവനിങ്ങനെ ഒരു അത്ഭുതം കൂടെ ചെയ്യുന്നത് ആ കുരിശിൽ കിടന്നുകൊണ്ട്. പക്ഷെ അമ്മ അതിനു പോലും കൂട്ടാക്കുന്നില്ല. ഈശോയ്ക്ക് സ്വയം ഈശോ സമർപ്പിക്കുകയാണ്. അപ്പൊ അമ്മ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് നിലവിളിക്കാൻ പോലും സാധിക്കാതെ ആ അമ്മ ദൈവഹിതത്തിന് മുമ്പിൽ ആമേൻ പറയുമ്പോ അവിടെ ഒരു രക്ഷാകര ചരിത്രം അവിടെ ആമേൻ പറയുന്നു. ഞാൻ
ഉറപ്പിക്കാനായിട്ടുള്ളത് അത് തന്നെയാണ്. ഈ പരിശുദ്ധ അമ്മയെ പോലെ കുറവുകളും പോരായ്മകളൊക്കെ ഉള്ളപ്പോഴും കൂടെ നിൽക്കാൻ, നമ്മുടെയൊക്കെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരിലൊക്കെ ആണെങ്കിലും കുറവുകൾ ഉണ്ടാകാം. അവരൊക്കെ വേദനയിലൂടെ സഹനത്തിലൂടെ ഒക്കെ കടന്നു പോകാം. അപ്പോഴും ഈ അമ്മയെ പോലെ ഭയങ്കര, നമ്മൾ പറയാറില്ല, ഒരു കട്ട സപ്പോർട്ട്, അങ്ങനെ ആ കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോസേപ്പ് പിതാവാണെങ്കിലും പരിശുദ്ധ അമ്മയാണെങ്കിലും അധികമൊന്നും സംസാരിക്കാറില്ല. ശാന്തമായിട്ട് നിശബ്ദമായ രണ്ട് ജീവിതങ്ങളാണ്. അധികം ഡയലോഗൊന്നും ഇല്ലാതെ കടന്നു പോകുന്ന രണ്ട് ജീവിതങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർ നിശബ്ദരായി പോയത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നും ധ്യാനിക്കുന്നത് നല്ലതാണ്. അവര് നിശബ്ദരായി പോയത് കൂടെയുള്ളത് ഈ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ അധികം സംസാരിക്കില്ല. കാരണം അവിടെ ദൈവമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. അപ്പൊ ഈ കൂടെയുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവരും നിശബ്ദരായിട്ട് പോവുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും ഒക്കെ പല കോലാഹലങ്ങളും കലഹങ്ങളും എല്ലാം അവസാനിക്കുന്നത് ഈ ബോധ്യത്തിലായിരിക്കണം. ദൈവത്തിന്റെ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത. അപ്പൊ കുറേയും കൂടെ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും പങ്കുവെക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. സ്വർഗം തന്ന സമ്മാനത്തിന് പാലൂട്ടിയവളാണ് ഈ പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ ഈ സ്വർഗം തന്ന സ്വപ്നത്തിന് കാവലിരുന്നവനാണ് ഈ യോസേപ്പ് പിതാവ്. ഈ ദിവസങ്ങളിലൊക്കെ ഈ രണ്ടുപേരെ കുറിച്ച് ഒന്ന് ധ്യാനിക്കുക. അങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവൊക്കെ നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മീയതയായിട്ട് മാറുന്നത്. തകരാനായിട്ട് ആ കുടുംബത്തിൽ ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിരുന്നു. ദൈവ സ്വർഗത്തിൽ ഇങ്ങനെ സ്വർഗം ചായ്ച്ചിറക്കി വെച്ച ഒരു കുടുംബമൊന്നും ആയിരുന്നില്ല. ഒത്തിരിയേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു തകരാൻ. പക്ഷേ അത് തിരുക്കുടുംബമായി മാറി എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള കലഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഈ നിശബ്ദതയിലേക്ക്, ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ധ്യാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ മരക്കുരിശ് എന്ന് പറയുന്നത് ഒരു നാടിന്റെ മുഴുവൻ ശാപമായിരുന്നു. പണ്ട് ഒരു നാടിന്റെ മുഴുവൻ ശാപമായിരുന്നു ഈ കുരിശ് എന്ന് പറയുന്നത്. പക്ഷേ ക്രിസ്തു അത് വഹിച്ച് ചേർത്ത് വെച്ചപ്പോ, തോളോട് ചേർത്ത് വെച്ചപ്പോ ആ കുരിശ് ഒരു നാടിന്റെ മുഴുവൻ അനുഗ്രഹമായിട്ട് മാറുക. ഇന്ന് ഇത്രയും വർഷങ്ങൾ, 2000 വർഷങ്ങൾ മുമ്പോഴും ലോകത്തെ മുഴുവൻ ആശീർവദിക്കാനായിട്ട് എല്ലാ അൾത്താരകളിലും ഈ വിശുദ്ധ കുരിശ് ഉയരുന്നുണ്ടെങ്കിൽ അത് അത്രമാത്രം ചേർത്ത് വെച്ച് ക്രിസ്തു സ്നേഹിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോ ഇങ്ങനെ മാറ്റി വെക്കുന്നവരുണ്ടാകാം. ചിലപ്പോ ശാപമെന്ന് കരുതി, അല്ലെങ്കിൽ ചിലപ്പം കൊള്ളില്ല, അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നൊക്കെ കരുതി മാറ്റിവെച്ച ചിലരുണ്ടാകാം. അങ്ങനെയുള്ളവരെയൊക്കെ ഈ ക്രിസ്തു സ്നേഹിച്ച പോലെ തോളോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുകയാണെങ്കിൽ അതൊക്കെ അത്ഭുതമായിട്ട് മാറും, ആശീർവാദമായിട്ട് മാറും എന്നുള്ളതാണ് ഈ സുവിശേഷം നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കുറേയും കൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കട്ടെ. ഈ പിടിച്ച കരങ്ങളിലൊക്കെ പകുത്തു വെച്ച ഒരു സ്നേഹത്തിന്റെ കഥയുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. നമ്മളാണെങ്കിലും കുടുംബത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴെങ്കിലൊക്കെ ഈ കരം ഒന്ന് വിരിച്ചു പിടിക്കേണ്ടി വന്നാല് അതിലൊക്കെ ഈ പങ്കുവെച്ച ഒരു സ്നേഹത്തിന്റെ കഥയുണ്ട്. മരക്കുരിശില് ഒരു തച്ചൻ ഒരുക്കി വെച്ച ഒരു സ്നേഹത്തിന്റെ കഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തു തലചായ്ച്ച ജീവിതങ്ങളെല്ലാം ഇന്ന് ആശീർവാദങ്ങളാണ്. ആ കുരിശുമരം പോലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്കും ഈ ക്രിസ്തു തലചായ്ക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് 10 മിനിറ്റാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് അധികം നീട്ടുന്നില്ല. ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ഒരു കുഞ്ഞനുഭവം. ഞാൻ എന്റെ ഡെസ്കിന്റെ മുകളിൽ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്, കസേര ഇരുന്നിട്ട് ഡെസ്കിൽ വെച്ച് എഴുതുവാണ്. അപ്പം ഞാനൊരു കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചു. ഒരു എട്ടുകാലി അതിനകത്ത് അവിടെ ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. ആ കുരിശിന്റെ ഈശോയുടെ കഴുത്തിന്റെ പിന്നാലെ വന്ന് ഒരു എട്ടുകാലി ഇരിക്കുകയാണ്, കഴുത്തിന്റെ പിന്നാലെ പിന്നില്. അതങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ഞാനത് കണ്ടപ്പോ അത് എട്ടുകാലിനെ തട്ടി താഴെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ എട്ടുകാലി വീണ്ടും പയ്യെ കയറി വന്ന് ഡെസ്കിന്റെ മുകളിൽ കൂടെ കയറി, മേശയുടെ മുകളിൽ കൂടെ കയറി ഈശോയുടെ മേത്തൂടെ ഇങ്ങനെ മുട്ടിക്കൂടെ ഒക്കെ അഴിഞ്ഞ് വീണ്ടും ഈ കഴുത്തിന്റെ പിന്നാലെ വന്നിരിക്കുകയാണ്. ഞാൻ കുറെ നേരം പിന്നെയും നോക്കി, എട്ടുകാലിന് പിന്നെയും തട്ടി താഴെ ഇട്ടു. അങ്ങനെ വീണ്ടും അത് താഴെ വീണു. പക്ഷെ വീണ്ടും അത് കയറി വന്ന് ഈ കുരിശില് ഈശോയുടെ മേത്തൂടെ ഇങ്ങനെ കയറി വന്നിട്ട് കഴുത്തിന്റെ പിന്നാലെ പുറകിൽ പോയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം. അപ്പൊ ഞാൻ ആ കുരിശെടുത്ത് ഈശോയുടെ കഴുത്തിന്റെ പുറകിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോ കാര്യം കണ്ടു. അവിടെ ആള് ഇങ്ങനെ ഒരു
കൂടൊക്കെ കൂട്ടി, കഴുത്തിന്റെ പുറകിൽ ഒരു കൂടൊക്കെ കൂട്ടി മുട്ടയൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ആഘോഷമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയുണ്ട്, ഈ എട്ടുകാലി എന്തുകൊണ്ടാണ് പോകാത്തത്? അത് അവിടെ കൂട് കൂട്ടിയത് കൊണ്ടാണ്. പലപ്പോഴും നമുക്ക് ഈ ക്രിസ്തുവില് കൂട് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയോടെ ഞാനിത് അവസാനിപ്പിക്കുക. അങ്ങനെ ക്രിസ്തുവില് കൂട് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോവില്ല. ജീവിതത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായാലും, ആരൊക്കെ തട്ടി നമ്മളെ താഴെയിട്ടാലും, ആരൊക്കെ നമ്മളെ മാറ്റി വെച്ചാലും, നമ്മൾ കഴിഞ്ഞ് ഈ ക്രിസ്തുവിലേക്ക് തന്നെ, ഈ ക്രിസ്തുവിന്റെ കുരിശിലേക്ക് തന്നെ നമ്മളെ വീണ്ടും വരും. ഈ നോമ്പുകാലം അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ ക്രിസ്തുവിനെ അള്ളിപ്പിടിക്കാൻ, നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കുർബാന കൊണ്ടൊക്കെ പോകുമ്പോൾ കാണാം അമ്മമാരെയൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്. അവരെ നമ്മൾക്ക് എടുക്കാൻ നോക്കിയാലും അവർ വരില്ല, കാരണം അമ്മമാരെ അങ്ങനെ അള്ളിപ്പിടിക്കുക. അപ്പൊ നമ്മൾ ആ ബലിപീഠത്തെയും അൾത്താരെയും ഈ കുരിശിനെയൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിക്കുന്ന ജീവിതങ്ങളാണ് നമ്മളെങ്കിൽ എവിടെയും നമ്മൾ തളർന്നു പോവില്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുകയാണ്. ക്രിസ്തുവിന്റെ കൂടെ നടക്കാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ്. ഏറെ സ്നേഹം നിറഞ്ഞ ജെറച്ച, ഇന്ന് പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ അച്ഛൻ മനസ്സ് കാണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നോമ്പുകാലത്തില് പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഈശോയുടെ ജീവിതവും ഈശോയുടെ കുരിശിലേക്ക് നമ്മൾ എത്രമാത്രം കൂടുതൽ ചേർന്ന് നിൽക്കണം, ഈശോയുടെ തോളിൽ ചേർന്ന് നിൽക്കുവാൻ, കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ, അത്ഭുതമായി മാറുവാൻ, കൃപയായി മാറുവാൻ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വലിയ സന്ദേശങ്ങൾക്ക് ഒത്തിരിയധികം നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും കൂടുതൽ കൂടുതൽ ദൈവാനുഗ്രഹങ്ങളും വലിയ ചിന്തകളൊക്കെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ എല്ലാവരെയും അടുപ്പിക്കുവാൻ അച്ഛന് ദൈവാനുഗ്രഹങ്ങൾ, പരിശുദ്ധാത്മാവിന് വലിയ കൃപ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും സ്നേഹപൂർവ്വം നന്ദി പറയുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അച്ഛൻ്റെ ഇടയനാണ്, അച്ഛൻ്റെ മകനാണ് ചെറിയാൻ സാറ്, ഇടവക്കാരനാണ്. അതുകൊണ്ടാണ് ചെറിയാൻ സാറ് അച്ഛന്, കൊച്ചച്ഛന്, ജനനച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞത്. നമുക്ക് ബാക്കി അടുത്ത പ്രാർത്ഥന ഷിജു ചെയ്യുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ഏതാനും സമയം പ്രാർത്ഥിക്കാം, കർത്താവിന് നന്ദി പറയാം. പ്രത്യേകമായി അച്ഛനെ ഓർത്ത്, അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത്, ഒപ്പം ഈ ദിവസങ്ങളിലൂടെ എല്ലാം നമ്മളോട് വചനം പങ്കുവെച്ച എല്ലാവരെയും നമുക്ക് ഓർക്കാം. പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഓണാക്കി, ഓഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി നമുക്ക് ഇരിക്കാം. നമുക്ക് പരസ്പരം കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഏതാനും സമയം നമ്മൾ എടുക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുന്ന വചനം മൈക്ക് ഓൺ ആയിക്കോ. പേരിൽ മുഖം കാണുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വചനം പങ്കുവെച്ച എല്ലാവരെയും ഓർത്ത് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി നമുക്ക് നന്ദി പറയാം. അവരുടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. ഒരുപക്ഷെ നമ്മുടെ ജീവിതം അനുഗ്രഹദായകമാകാൻ, നമ്മുടെ ചിന്തകളെ മാറ്റാൻ, നമ്മുടെ ജീവിതത്തെ പുതിയൊരു വഴിയിലൂടെ കൊണ്ടുപോകാനൊക്കെ ആത്മാവ് ഉപയോഗിച്ചവനാകാം. അവർ ധാരാളം വചനം അവരുടെ ജീവിതത്തിൽ നിറയാൻ, വചനമായി രൂപപ്പെടാൻ, വചനം ധാരാളമായി അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ അവരെല്ലാം സഹായിക്കേണ്ടതിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളോട് വചനം പങ്കുവെച്ച എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോട് ഇന്ന് വചനം പങ്കുവെച്ച് ചേർന്നച്ഛനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങൾ വചനം പങ്കുവെക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ വലിയ കൃപ അവർക്ക് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായത് പങ്കുവെക്കാൻ അവരെ അങ്ങ് അവിടുത്തെ കൃപയാൽ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നമ്മുടെ കരങ്ങൾ നമ്മുടെ ശിരസിൽ നമുക്കൊന്ന് വെക്കാം. നമ്മൾ ഈ ഒരു തീർത്ഥയാത്രയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ ശിരസിൽ വെക്കുന്നതോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും ശിരസിൽ അനുഗ്രഹിക്കാൻ കരങ്ങൾ വെച്ചിരിക്കുകയാണ്. രോഗങ്ങളായിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക ബാധ്യതകളുള്ളവരുണ്ട്, കുടുംബത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ചില ദുശീലങ്ങളിലുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില പ്രത്യേക നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരുണ്ട്, ഇതിലെത്തിച്ചേരാൻ എത്ര ആഗ്രഹിച്ചിട്ടും കഴിയാതെ പോകുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾ കൂടി സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, നിന്റെ വലിയ ഒരു അനുഗ്രഹവും ദൈവസ്നേഹത്തിന്റെ അനുഭവവും ആത്മാവിന്റെ അഭിഷേകവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ. പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കണമേ. ആ കാൽവരി കുരിശിൻ ചുവട്ടിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ അവിടുന്ന് ഞങ്ങളെല്ലാം, ഞങ്ങളുടെ നിയോഗങ്ങളെയും കഴുകണമേ. ഈ കൂട്ടായ്മയിൽ
വന്നുചേർന്നിരിക്കുന്ന സകലരെയും അവിടുത്തെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ ഒരു കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും സഭയാണ് എങ്കിലും സാർവത്രികമായ സഭ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗങ്ങൾ, മറ്റു പിതാക്കന്മാർ, വൈദിക ശ്രേഷ്ഠർ, വൈദികർ, സമർപ്പിതർ, അൽമായർ, ഇങ്ങനെ എല്ലാവരും അടങ്ങുന്ന സഭയെ നമുക്ക് ഓർക്കാം. നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സഭ, നിരവധി പ്രതിസന്ധികൾ സഭയുടെ ഉള്ളിൽ, സഭാ മക്കളുടെ ഇടയിൽ നിന്ന് സഭയ്ക്കുണ്ടാകുന്നു. റീത്തുകൾ തമ്മിലൊക്കെയുള്ള പ്രയാസങ്ങളെല്ലാം നമുക്ക് കർത്താവിന്റെ കൈകൾ കൊടുക്കാം. കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ. ഞാനിപ്പോ ഉള്ളത് മധ്യപ്രദേശിലാണ്. ഇവിടെ യേശുവിനെ കുറിച്ച് പറയാനാവില്ല. ഞങ്ങളിന്നൊരു ഇടവകയിൽ പോയി. അവിടെ ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്വർഗസ്നായ പിതാവേ, നന്മ നിറഞ്ഞ പറയുമേ ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ അവർ ഭക്ഷണം കൊടുത്തതും കിടത്തി ഉറക്കുന്നതും ഒക്കെ. ഇപ്പൊ അതിന് സാധ്യമല്ല. നിശബ്ദമായിട്ട് ഏതാനും സമയം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഭാരതത്തിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനത്തെ നിരവധി പ്രയാസങ്ങളുണ്ട്. ഉറക്കെ യേശുവിന്റെ നാമം പറയാൻ പറ്റില്ല. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി കൂട്ടായ്മയിൽ ഒരുമിച്ച് പോകുമ്പോൾ അവർ നമ്മളെ മറ്റൊരു രീതിയിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് സിസ്റ്റർ റാണി മരിയ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടത്തേക്ക് പോയപ്പോൾ ബസ്സിൽ നിന്നിറങ്ങി സ്ഥലം ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു ചൂടായി. എന്തിനാ, മതം മാറ്റാനാണോ പോകുന്നതെന്ന് ചോദിച്ചു. ഇവിടെ എങ്ങനെ നിരവധി പ്രയാസങ്ങളിലൂടെ നമ്മുടെ സഭ കടന്നു പോകുന്നുണ്ട്. പുറമേ നിന്നുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് ധാരാളം പ്രയാസങ്ങളുണ്ട്. നമ്മൾ സിറോ മലബാർ സഭയെ നമുക്ക് ഓർക്കാം. സഭ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഹൃദയപൂർവ്വം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമായി കണ്ടുകൊണ്ട് സഭയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് തന്നെ പ്രാർത്ഥിക്കട്ടെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതെ വരുമ്പോൾ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ദൈവവചനം പറയുന്നുവല്ലോ. സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയില്ല, പക്ഷെ ആത്മാവിന് അറിയാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാഷാപരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് ഹോളി ഹോപ്പ് മിനിസ്ട്രിയെ ഓർക്കാം. കർത്താവ് തുടങ്ങി വെച്ച 12 വർഷങ്ങളായി കർത്താവ് തുടങ്ങിയ ഒരു മിനിസ്ട്രിയാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മിനിസ്ട്രിയാണ്. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ, ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിച്ച് വളർത്താൻ കുടുംബങ്ങളെ സഹായിക്കുക. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും പ്രേക്ഷിത മിഷണറി കുടുംബങ്ങളാവുക. അതിനായി ഈ കൂട്ടായ്മയെ കർത്താവിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന റെമിജിസ് പിതാവിനെയും അലക്സ് വടക്കുന്തല പിതാവിനെയും ജോഷി അച്ഛനെയും എമ്മാനുവൽ അച്ഛനെയും പൈനാട്ടച്ഛനെയും കോട്ടയിൽ അച്ഛനെയും ജോസഫ് അച്ഛനെയും ഷൈജു അച്ഛനെയും ഒക്കെ നമുക്ക് ഓർക്കാം. കർത്താവ് ഇനിയും ധാരാളം വൈദികരെയും സമർപ്പിതരെയും ഒക്കെ ഞങ്ങളെ സഹായിക്കാൻ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു സമയത്ത് നടക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമുകൾ 10 ആഴ്ച വീതം നീണ്ടു നിൽക്കുന്ന അമേരിക്കയിലുള്ളവർക്ക് വേണ്ടിയും അല്ലാത്തവർക്ക് വേണ്ടിയുമുള്ള 2 ഓൺലൈൻ ഷൂബ് പ്രോഗ്രാമുകൾ, ഒപ്പം നമ്മുടെ ഈ തീർത്ഥയാത്ര, ഫിസിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ ഈ നോമ്പ് കാലത്ത് 3 ഇടവകയിൽ നടക്കുന്ന ഫിസിക്കൽ ധ്യാനങ്ങൾ, ഒപ്പം നമ്മുടെ മിഷൻ യാത്ര ഏപ്രിൽ 10 മുതൽ മെയ് 20-22 വരെയുള്ള മിഷൻ യാത്രകൾ, അതിനൊരുക്കമായിട്ട് നാലഞ്ചേരിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിഷൻ യാത്ര എല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ ഹിതമാണ് നിറവേറേണ്ടത്. തീക്ഷ്ണമതികളായ പ്രേക്ഷിത കുടുംബം ഉണ്ടാകണം. കർത്താവിനെ പങ്കുവെക്കുന്ന ധീരരായ കുടുംബം ഉണ്ടാകണം. ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിച്ച് വലിയ സാക്ഷ്യം വഹിക്കുന്ന കുടുംബം ഉണ്ടാകണം. ക്രൈസ്തവർ വലിയ വിശ്വാസത്തോടെ ലോകത്തിന് മുമ്പിൽ ജീവിക്കാൻ കഴിയുന്ന വിധം അവരെ സഹായിക്കുന്ന ആത്മായ പ്രേക്ഷിത കുടുംബങ്ങളാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ ആത്മീയമായി, ഭൗതികമായി, മാനസികമായ ഒക്കെ അവരെ സഹായിക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ആവശ്യമായ സമ്പത്ത്, അറിവ്, കഴിവ്, നന്മകളുള്ള ധാരാളം ആളുകൾ ഉണ്ടാകാൻ വേണ്ടി കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, യേശുവേ ആരാധന, നമ്മുടെ കൂടെയുള്ള ധാരാളം ആളുകൾ രോഗികളാണ്.
നമ്മുടെ മാനിച്ചേട്ടൻ ഹോസ്പിറ്റലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾക്ക് തന്നെ പലർക്കും അസുഖങ്ങളുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള ധാരാളം ആളുകൾ, നമ്മുടെ കൂട്ടായ്മയിലുള്ള ധാരാളം പേർ ഒരുപാട് രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും കരങ്ങളിൽ ഏൽപ്പിക്കാം. അവരുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാ ആരോഗ്യത്തിന്റെ മേഖലകളിൽ സൗഖ്യവും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും ഒക്കെ കൊണ്ടുവരട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ വലിയ സാന്നിധ്യത്താൽ, പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്താൽ വലിയ ആരോഗ്യം നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകാൻ വേണ്ടി മാധ്യസ്ഥം അർപ്പിക്കാം. നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധര്, കാവൽമാലാഹമാര്, സ്വർഗീയഗണം മുഴുവന്റെയും മാധ്യസ്ഥം നമുക്ക് തേടാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാവൽമാലാഹയുടെ മാധ്യസ്ഥം തേടാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട കാവൽമാലാഹയെ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, നമുക്ക് കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശദീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പാട്ടുപാടാം. അതിന് ഒരു കാര്യം, നമ്മുടെ ഷൂബ് ഓൺലൈൻ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. 10 ആഴ്ചത്തെ അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിൽ ആഴപ്പെടാനുള്ളതാണ്. നമുക്ക് പരിചയമുള്ള എല്ലാവരെയും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും നമ്മൾ തന്നെ പങ്കുചേർന്നിട്ടില്ലെങ്കിൽ അതിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ആഴമായ ഒരു അടിസ്ഥാന നിത്യ ദൈവവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവർക്കും ആ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പാട്ടുപാടി മാതാവിനോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ കന്യാമറിയമേ, എന്നിൽ കനിയേണമെന്നും കരുണാനിധി, ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. മിന്നും കിടാവിളക്കാനും ഉലകത്തിൽ മിന്നും കിടാവിളക്കാനും സുഹൃതത്തിൻ്റെ അഗ്നി ജപമാലരാജ്ഞി, സുഹൃതത്തിൻ്റെ അഗ്നി ജപമാലരാജ്ഞി, നിന്നെ നമിച്ചിടുന്നു. പരിശുദ്ധ കന്യാമറിയമേ, എന്നിൽ കനിയേണമെന്നും കരുണാനിധി, ഒരു ദിവ്യപുത്രന് ജന്മം നൽകി പരിശുദ്ധയാണു നീ. ഒരു ദിവ്യപുത്രന് ജന്മം നൽകിയ പരിശുദ്ധയാണു നീ. പ്രിയപ്പെട്ടവരെ, നാളെ ഒരുപക്ഷെ ഞാനും ജനിയും വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ശവകുടീരത്തിൽ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അവിടെ എത്തിയാൽ നിങ്ങളെല്ലാം ഓർക്കുകയും നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നാളെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാം. നമുക്ക് പരിചയമുള്ള എല്ലാവരെയും ഇതിൽ പങ്കുചേർക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.